نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار فيا أيها الناس أوصيكم عباد الله وإياي أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء اتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا അള്ളാഹുവിൻ്റെ സത്യവിശ്വാസികളെ, ജീവിതത്തിലുടനീളം അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുകയും അവനിൽ പ്രതീക്ഷ അർപ്പിച്ച് ജീവിക്കുകയും മരണത്തിന് ശേഷമുള്ള ജീവിതത്തെ വിജയകരമാക്കി തീർക്കുകയും ചെയ്യണമേ എന്ന് ആദ്യമായി എന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു വ്യക്തമായ ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നതും നമ്മെ പരിപാലിക്കുന്നതും. ദുനിയാവിൽ നമുക്ക് ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതുമായ പല കാര്യങ്ങളും അല്ലാഹു തആല ഏർപ്പാടാക്കിയിട്ടുണ്ട്. ദുനിയാവിൽ അല്ലാഹു ഖൈറിനെയും ഷർറിനെയും ഏർപ്പാടാക്കിയിട്ടുണ്ട്. സന്മാർഗത്തെയും ദുർമാർഗത്തെയും ഈ ദുനിയാവിൽ നമുക്ക് കാണാൻ സാധിക്കും. എന്നിട്ട് അല്ലാഹു തആല വ്യക്തമായ ഒരു വഴി നമുക്ക് കാണിച്ചു തന്നു. എങ്ങനെ ജീവിച്ചാലാണ് നിങ്ങൾക്ക് വിജയം കരസ്ഥമാക്കാൻ സാധിക്കുക എന്ന രീതിയിൽ. മനുഷ്യനെ പഴപ്പിക്കാൻ വേണ്ടി, മനുഷ്യനെ നശിപ്പിക്കാൻ വേണ്ടി ശൈത്താൻ പാടുപെട്ടുകൊണ്ടിരിക്കുകയാണ്. അത് അന്നേ അല്ലാഹു തആല ശൈത്താന് അനുവാദം നൽകിയതും അള്ളാഹുവിന്റെ സജ്ജനങ്ങളായ മുഅ്മിനീങ്ങളെ, സ്വാലിഹീങ്ങളെ പഴപ്പിക്കാൻ വേണ്ടി കഠിനാധ്വാനം ചെയ്യുമെന്നും അള്ളാഹു വാക്ക് കൊടുത്തതാണ്. അതുകൊണ്ട് തന്നെ അല്ലാഹു തആല ഇന്നഹു ലക്കും അദുവ്വുൻ മുബീൻ, ശൈത്താനെ സംബന്ധിച്ച് അല്ലാഹു തആല നമ്മളോട് പറഞ്ഞത് അവൻ നിങ്ങൾക്ക് വ്യക്തമായ ശത്രുവാണ്, അവനെ നിങ്ങൾ സൂക്ഷിച്ചു കൊള്ളണം, അവനെ ശത്രുവായിട്ട് തന്നെ നിങ്ങൾ കണ്ടുകൊള്ളണം. കാരണം മനുഷ്യനെ ജീവിതത്തിൽ നിന്നും നശിപ്പിക്കാൻ വേണ്ടി എന്തെല്ലാം വഴികളാണോ കാണാൻ സാധിക്കുക, ചെയ്യാൻ സാധിക്കുക, ആ വഴികളൊക്കെയും ശൈത്താൻ നോക്കും. പലതരത്തിലും പല രീതിയിലും അല്ലാഹു തആല ശൈത്താൻ മനുഷ്യനെ നശിപ്പിക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിച്ചിരിക്കുകയാണ്. അല്ലാഹു നമുക്കത് റസൂൽ മുഖേന പല രീതിയിലും നമുക്ക് മുന്നറിയിപ്പ് നൽകുകയും ചെയ്യുന്നുണ്ട്. അതിൽപ്പെട്ട ഒരു കാര്യമാണ് ലഹരി എന്നുള്ളത്. ഇന്ന് ലോകാടിസ്ഥാനത്തിൽ ലഹരി വിരുദ്ധ ദിനമായിട്ട് ആചരിക്കുന്നുണ്ട്. അങ്ങനെ ഒരു ദിനം എന്ന രീതിയിൽ ആചരിക്കുക എന്നത് നമുക്ക് ഇസ്ലാമിൽ ഇല്ലെങ്കിലും അങ്ങനെ ഒരു പ്രത്യേകമായ ഒരു ദിവസത്തെ ഒരു പ്രത്യേകമായ ഒരു കാര്യത്തിന് വേണ്ടി ആചരിക്കുക, ഒരു ഡേ ആചരിക്കുക എന്നുള്ളതൊന്നും അങ്ങനെയൊന്നും ഇസ്ലാമികമായിട്ടൊന്നുമില്ലാതെ. പക്ഷെ ലഹരി എന്നതിനെ സംബന്ധിച്ച് മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അതിന് വ്യക്തമായ വളരെ പ്രാധാന്യമുണ്ടതിന്. ലഹരിയെ എതിർക്കുക, ലഹരി വിരുദ്ധതയുള്ള അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളോട് സപ്പോർട്ട് ചെയ്യുക എന്നത്. പുതിയ ഗവൺമെന്റ് വന്നപ്പോൾ തൂഫാൻ എന്ന പേരിൽ ലഹരി
വിരുദ്ധക്കെതിരെ ലഹരിക്കെതിരെ പോരാടാൻ വേണ്ടി ഒരു സംഘത്തെ തന്നെ നിയോഗിച്ചിട്ടുണ്ട്. കഞ്ചാവും കള്ളും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ലഹരി മരുന്നുകളും ലഹരി ഉൽപ്പന്നങ്ങളും ഒക്കെ ജനങ്ങൾക്കിടയിൽ വളരെ വ്യാപകമായി വിതരണം ചെയ്ത് ജനങ്ങളെ നശിപ്പിക്കുന്ന ഒരു സംഘം തന്നെ കേരളത്തിലുമുണ്ട്. അവറ്റകളെ ഇല്ലാതാക്കാനും അങ്ങനെയുള്ള വ്യവസായത്തെ പൂർണ്ണമായിട്ടും നശിപ്പിക്കാനും വേണ്ടി ഗവൺമെന്റും ഇറങ്ങിത്തിരിച്ചിരിക്കുകയാണ്. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ലഹരിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള അറിവുകൾ അഥവാ അതുകൊണ്ട് മനുഷ്യനുണ്ടാകുന്ന ദോഷങ്ങൾ ഖുർആനും ഹദീസും വെച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. കാരണം ലഹരിയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് നന്നായിട്ടറിയാം, ഒന്നുകിൽ അത് കഞ്ചാവായിരിക്കാം, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വസ്തുക്കളായിരിക്കാം, അല്ലെങ്കിൽ മദ്യപാനമായിരിക്കാം. ഇങ്ങനെ നമ്മുടെ ശരീരത്തെ നശിപ്പിക്കുന്ന വസ്തുക്കളിൽ നിന്നും പൂർണ്ണമായിട്ടും മാറി നിൽക്കുക എന്നത് നമ്മുടെ ദുനിയാവിലെ സ്വസ്ഥമായ ജീവിതം കിട്ടുന്നതിന് മാത്രമല്ല, മറിച്ച് മരണത്തിന് ശേഷമുള്ള നമ്മുടെ ജീവിതം സ്വസ്ഥത ലഭിക്കുന്നതിനും സന്തോഷകരമായി തീരുന്നതിനും അത്യാവശ്യമാണ്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലഹരിയെ അതൊരു സാമൂഹ്യ വിപത്താണ്. അത് മനുഷ്യ സമൂഹത്തെ മുഴുവൻ നശിപ്പിക്കുന്ന ഒരു കാര്യമാണ്. എത്ര കുടുംബങ്ങളാണ് ഇതിന്റെ പേരിൽ തകർന്നടിഞ്ഞുകൊണ്ടിരിക്കുന്നത്. പണ്ട് കാലങ്ങളിൽ ഇങ്ങനെ കഞ്ചാവിനെ സംബന്ധിച്ച് നമ്മൾ അധികം ഒന്നും കേൾക്കാറില്ല. ഇന്ന് നമ്മുടെ നാട്ടിലും നമ്മുടെ വീട്ടിൽ വരെ ഈ സാധനം എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തിന് നമ്മുടെ മക്കൾ അതിൽ അടിമപ്പെട്ടു പോയോ എന്ന് പോലും നമ്മൾ പോലും അറിയാത്ത രീതിയിൽ നമ്മുടെ മക്കൾ വരെ അതിൽ അടിമപ്പെട്ടു പോകുന്ന ഒരു അവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. പുതിയ തലമുറ എന്ന് പറയുന്നത് സുഖിക്കാനും ആസ്വദിക്കാനും വേണ്ടി മാത്രം സമയം കണ്ടെത്തുന്ന, അതിനുവേണ്ടി മാത്രം നിലകൊള്ളുന്നവരായി മാറുന്ന ഒരു സാഹചര്യം, ഒരു സങ്കടകരമായ ഒരു അവസ്ഥ നമുക്ക് മുന്നിലുണ്ട്. റിസ്ക് എടുക്കാനോ കുറച്ച് കഷ്ടപ്പെട്ട് പണിയെടുക്കാനോ അല്ലെങ്കിൽ ഒന്ന് കഷ്ടപ്പെട്ട് പഠിക്കാനോ അല്ലെങ്കിൽ മാതാപിതാക്കൾക്ക് വേണ്ടി ഒന്ന് സമയം ചെലവാക്കാനോ ഇതിനൊന്നും പുതിയ തലമുറക്ക് സമയമില്ല. അതൊരു പക്ഷേ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഉത്ബോധനങ്ങളും ധാർമ്മിക ബോധങ്ങളും ധാർമ്മിക മൂല്യങ്ങളും നമ്മുടെ മക്കൾക്ക് നാം പകർന്നു കൊടുക്കുന്നതിൽ പരാജയപ്പെട്ടു പോയോ എന്ന് പോലും നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. എത്ര കൊലപാതകങ്ങളാണ് നടക്കുന്നത് ലഹരിയുടെ പേരിൽ. കഞ്ചാവടിച്ചും അതേപോലെ തന്നെ മദ്യപിച്ചും സ്വന്തം ഉമ്മയെ തിരിച്ചറിയാൻ പറ്റാത്ത മക്കൾ, സ്വന്തം ഉപ്പയെ തിരിച്ചറിയാൻ പറ്റാത്ത മക്കൾ, അതേപോലെ തന്നെ ഉമ്മയെ കൊലപാതകം ചെയ്യുന്ന, ഉമ്മയെ അറുത്തുകൊല്ലുന്ന, കുടുംബക്കാരെ മുഴുവനും കൊല ചെയ്യുന്ന അവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് സമൂഹം. ഇതിൽ മുസ്ലിം എന്നോ അമുസ്ലിം എന്നോ ഒരു വേർതിരിവും ഇല്ല. ഒരുപക്ഷെ നമ്മുടെ സമുദായമായിരിക്കാം ഇതിന് മുൻപന്തിയിൽ നിൽക്കുന്നത്. ഇതിനെതിരെ നമ്മൾ പോരാടാനും ഇതിനെതിരെ വളരെ അർത്ഥവത്തായ രീതിയിലുള്ള ഒരു ബോധവൽക്കരണം നടത്താനും നാം തയ്യാറാകണം. പ്രത്യേകിച്ച് നാം മുസ്ലിമീങ്ങളാണ്. മരണത്തിന് ശേഷമുള്ള ജീവിതം നമുക്ക് സുഖകരമായി തീരേണ്ടതുണ്ട്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട്, വലാ തുൽഖൂ വലാ തഖ്തുലൂ അൻഫുസകും ഇന്നല്ലാഹ കാന ബികും റഹീമ. നിങ്ങൾ നിങ്ങളുടെ നഫ്സുകളെ കൊന്നുകളയരുത്. അല്ലാഹു തആല നിങ്ങളോട് കരുണയുള്ളവനാണ്. നമ്മുടെ ശരീരത്തെ വേദനിപ്പിക്കാനോ നമ്മുടെ ശരീരത്തിന് അസുഖം ബാധിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യാനോ സ്വന്തമായിട്ടും ജീവിതത്തെ ഇല്ലാതാക്കാനോ നമുക്ക് അനുവാദമില്ല. അല്ലാഹു തആല അത് പറഞ്ഞതാണ്. വളരെ വ്യക്തമായി നമ്മളോട് കൽപ്പിച്ചിട്ടുള്ള കാര്യമാണ്. ഏതെങ്കിലും ഒരു ഭക്ഷണം കഴിച്ചാൽ, ഏതെങ്കിലും ഒരു വെള്ളം കുടിച്ചാൽ നമുക്കത് രോഗമായിട്ട് മാറുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ ആ വെള്ളം കുടിക്കൽ നമുക്ക് നിഷിദ്ധമാണ്, നിരോധിച്ചതാണ്. അത് നമുക്ക് അല്ലാഹു തആല അനുവദിച്ചു തന്ന ഭക്ഷണമാണെങ്കിലും പാനീയമാണെങ്കിലും ശരി. ഈ രീതിയിൽ നമ്മുടെ ശരീരത്തിന് ഹാനികരമാകുന്ന, നമ്മുടെ ശരീരത്തിന് ദോഷമുണ്ടാക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളോ ഭക്ഷണപാനീയങ്ങളോ ഒരു കാരണവശാലും നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല. കാരണം വലാ തഖ്തുലൂ അൻഫുസകും, നിങ്ങൾ നിങ്ങളുടെ നഫ്സുകളെ കൊല്ലരുത് എന്ന് അല്ലാഹു തആല പറയുന്നുണ്ട്. ഉറക്കമൊഴിയുക അതിൽ പ്രധാനപ്പെട്ട ഉദാഹരണമാണ്. ഉറക്കമൊഴിഞ്ഞാൽ നാം രോഗിയാകുമെന്ന കാര്യത്തിൽ നമുക്ക് ആർക്കും തർക്കമില്ല. ഉറക്കമൊഴിഞ്ഞ് കളി കാണുക, ഉറക്കമൊഴിഞ്ഞുകൊണ്ട് കളി വിനോദങ്ങളിൽ ഏർപ്പെടുക, അതേപോലെ തന്നെ വെറുതെ ഉറക്കമൊഴിഞ്ഞ് തമാശ പറഞ്ഞും ബടായി പറഞ്ഞും ഇരിക്കുക, ആ ഒരു പരിപാടി നാം നമ്മുടെ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കിയേ പറ്റൂ. നമ്മെ സംബന്ധിച്ചിടത്തോളം പുതിയ തലമുറ പ്രത്യേകിച്ച് പകൽ സമയങ്ങളിൽ ഉറങ്ങുകയും രാത്രി സമയങ്ങളിൽ ഉണർന്നിരിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ സകല പരിപാടികളും നമ്മൾ രാത്രിയിലാണ് വെക്കുന്നത്.
ലൈറ്റും മറ്റു കാര്യങ്ങളും ഒക്കെ വെച്ച് കളർഫുള്ളാക്കി ആസ്വദിക്കാനും അത് അനുഭവിക്കാനും ഒക്കെയുള്ള ഒരു സമയം രാത്രിയാക്കി മാറ്റുകയാണ്. പാതിരാ രാത്രി വരെ 2 മണി 3 മണി സമയം വരെ ഈ രീതിയിൽ നമ്മൾ സമയം ചെലവഴിച്ചു കൊണ്ടിരിക്കുന്നു. വെറുതെ ഇരുന്ന് സമയം കളയുന്നു. വീട്ടിൽ അങ്ങനെ സമയം കളയുന്നവർ, അതേപോലെ തന്നെ ബീച്ചുകളിലും പാർക്കുകളിലും പോയിരുന്ന് പാതിരാ നേരം വരെ വെറുതെ ഇരുന്ന് തമാശ കളികളിൽ ഏർപ്പെടുന്നവർ, ഒരിക്കലും അത് അനുവദിക്കുകയില്ല ഇസ്ലാം. കാരണം ഉറങ്ങാൻ വേണ്ടി അല്ലാഹു തആല, വിശ്രമിക്കാൻ വേണ്ടി അല്ലാഹു തആല തീരുമാനിച്ചതാണ് രാത്രി സമയത്തെ. ആ രാത്രിയെ വിനോദങ്ങളിലും കളികളിലും ഏർപ്പെട്ടുകൊണ്ട് സമയം കളയാൻ അല്ലാഹു അനുവദിക്കുന്നില്ല. കൃത്യമായ ഉറക്കം ഒരു മനുഷ്യന് കിട്ടിയിട്ടില്ലെങ്കിൽ അവന്റെ ശരീരത്തിന് തന്നെ അത് ബാധിക്കുമെന്ന് വ്യക്തമായി നമുക്ക് ഓരോരുത്തർക്കും അറിയാം. അങ്ങനെ ഉറങ്ങാതെ ഭക്ഷണം കഴിക്കാതെ നമ്മുടെ ശരീരത്തിന് രോഗമുണ്ടായാൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം നമുക്ക് തന്നെയായിരിക്കും. അതിന് അല്ലാഹുവോട് നമ്മൾ മറുപടി പറയേണ്ടി വരും. ഖുർആനിന്റെ കൽപ്പന വ്യക്തമാണ്, വലാ തഖ്തുലൂ അൻഫുസക്കും, നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെ കൊല്ലരുത് എന്ന് വെച്ചാൽ നമ്മൾ കൈ കത്തിയെടുത്തിട്ട് അങ്ങ് കറുത്ത് കളയരുത് എന്നല്ല ഇതിന്റെ അർത്ഥം. മറിച്ച് ഇങ്ങനെ രോഗികളാക്കുന്ന, നമ്മളെ ഇല്ലാതാക്കുന്ന, നമ്മുടെ ആരോഗ്യത്തെ നശിപ്പിക്കുന്ന, നമുക്ക് ആവതില്ലാതാക്കുന്ന മുഴുവൻ പ്രവർത്തനങ്ങളിൽ നിന്ന് നാം മാറി നിന്നേ പറ്റൂ. എന്റെ ശരീരമാണ്, എന്റെ കണ്ണാണ്, എന്റെ വായാണ്, എന്റെ ചെവിയാണ് എന്ന് കരുതി നമുക്ക് തോന്നിയതുപോലെ ചെയ്യാൻ പറ്റൂല. അതിനും നമുക്ക് കടപ്പാടുകളുണ്ട്. വീണ്ടും അല്ലാഹു തആല പറഞ്ഞു, വലാ തുൽഖൂ ബിഐദീകും ഇല തഹ്ലുക, നിങ്ങൾ നിങ്ങളുടെ കൈകളെ നാശത്തിലേക്ക് കൊണ്ടെത്തിക്കരുത്. ഈ പറഞ്ഞതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തെ നശിപ്പിക്കുന്ന, നമ്മുടെ സ്വസ്ഥമായ ജീവിതത്തിന് കളങ്കം വരുത്തുന്ന, നമ്മുടെ സമാധാനത്തിന് ഇടങ്ങേറുണ്ടാക്കുന്ന ഒരു പ്രവൃത്തിയും നാം ചെയ്യാൻ പാടില്ല എന്നത് തന്നെയാണ്. ഞാൻ ചെയ്തുകൊണ്ട് ഞാൻ അനുഭവിക്കുന്നു, നോ, അനുവാദമില്ല. കാരണം നമ്മുടെ ശരീരവും നമ്മുടെ ജീവിതവും അല്ലാഹു തആല നമുക്ക് തന്നിരിക്കുകയാണ്. അതിന് കൃത്യമായ മറുപടി നാളെ ആഖിറത്തിൽ നാം പറയേണ്ടി വരും. ആരോഗ്യം എന്നുള്ളത് അല്ലാഹുവിന്റെ നിഅമത്താണ്. അതിനെ കൃത്യമായ രീതിയിൽ നാം സൂക്ഷിച്ചിട്ടില്ലെങ്കിൽ അതിന് മറുപടി നാം പറയേണ്ടി വരും. നിഅമതാനി മഖ്ബൂലുൻ ഫീഹിമാ കസീറുൻ മിനന്നാസ് അസ്സിഹ്ഹത്തു വൽ ഫറാഗ്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതാണ്, ആരോഗ്യം എന്നുള്ളത് നിഅമത്താണ്, അനുഗ്രഹമാണ്. അതിനെ സൂക്ഷിച്ചിട്ടില്ലെങ്കിൽ നാളെ അല്ലാഹുവിനോട് മറുപടി പറയേണ്ടി വരും. അപ്പൊ നമ്മുടെ ആരോഗ്യത്തെ നശിപ്പിക്കുന്ന, നമ്മുടെ ആരോഗ്യത്തെ ഇല്ലാതാക്കുന്ന ഒന്നും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. പ്രത്യേകിച്ച് ഇതുപോലുള്ള ലഹരി വസ്തുക്കളുടെ ഉപയോഗം എന്നുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നമ്മുടെ ആരോഗ്യത്തെ സംബന്ധിച്ച്, നമ്മുടെ യുവത്വത്തെ സംബന്ധിച്ച്, സാധാരണ 50 കഴിഞ്ഞ 60 കഴിഞ്ഞ ആളുകളല്ല ലഹരിയിൽ അടിമപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ 50ഉം 60ഉം കഴിഞ്ഞ പ്രായമുള്ളവരല്ല ഇതുപോലുള്ള തോന്നിവാസങ്ങൾ ചെയ്യുന്നത്. മറിച്ച് പണ്ടുള്ള കാലങ്ങളിലൊക്കെ ഒരു 30 കഴിയണം യുവത്വത്തിന്റെ ആ തിളപ്പ് കാണാൻ. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പൊ 15 വയസ്സ് മുതൽ തുടങ്ങാൻ, അതിനും താഴെ 12 വയസ്സ് മുതൽ തുടങ്ങുകയാണ് കുട്ടികൾ ലഹരിക്ക് അടിമപ്പെട്ടുകൊണ്ടിരിക്കാൻ. കുട്ടികളെ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ലഹരി മാഫിയകൾ കഞ്ചാവും അതുപോലുള്ള വസ്തുക്കളും ഒക്കെ വിൽപ്പന നടത്തുന്നതും ഉപയോഗത്തിന് വേണ്ടി അതിന്റെ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്നതും. കോഴിക്കോട് ജില്ലയിലും അതേപോലെ തന്നെ മലപ്പുറം ജില്ലയിലും തിരുവനന്തപുരത്തും എറണാകുളത്തും ഒക്കെ ഇത് വ്യാപകമാണ്. ഗ്രാമമായ നമ്മുടെ നാട്ടിൽ പോലും അതിനെതിരെ പോലീസുകാർ വരുന്നുണ്ടെങ്കിൽ അതിനർത്ഥം നമ്മുടെ വീട്ടിന്റെ ഉള്ളിൽ പോലും നാം അറിയാതെ ഇതുപോലുള്ള കഞ്ചാവും മയക്കുമരുന്നുകളും നമ്മുടെ മക്കൾ ഉപയോഗിക്കാൻ വേണ്ടി അതിനെ അടിമപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. കാര്യം ഗൗരവമുള്ളതാണ്. അതിനെ തമാശയായിട്ട് എടുക്കാൻ പാടില്ല. സാധാരണ നമ്മൾ പറയുന്നത് പോലെ അതൊക്കെ ഇങ്ങനെ പുറത്ത് നമ്മൾ കാണുന്നതല്ലേ, പുറത്ത് വാർത്ത കേൾക്കുന്നതല്ലേ, നമ്മുടെ കുടുംബം സേഫാണ് എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. അത് നമ്മിലേക്ക് വരുമ്പോഴാണ് അതിന്റെ ഗൗരവം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അന്ന് കാലത്ത് തന്നെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് തന്നെ മദ്യപാനം അത് വല്ലാത്തൊരു ലഹരിയായിരുന്നു അറബികൾക്കും ഖുറൈശികൾക്കും. അവർ അതിനു വേണ്ടി ജീവിക്കുന്നവരായിരുന്നു. മദ്യം എന്ന് പറയുന്നത് തന്നെ അവരുടെ വലിയൊരു സ്വത്തായിരുന്നു. അവരുടെ വീടുകളിൽ അവർക്ക് ആവശ്യത്തിലും അധികം അവർ അതിനെ സൂക്ഷിച്ചു വെച്ചിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരുന്നതിന് മുമ്പ് വരെ നമ്മുടെ ജീവനും നമ്മുടെ സ്വത്തും നമ്മുടെ അള്ളാഹുവിന്റെ ധനമാണ്. അല്ലാഹു തആല നമുക്ക് നിഅമത്തായിട്ട് തന്നതാണ്. അതിനെ കൃത്യമായിട്ട് സൂക്ഷിക്കാൻ നമുക്ക് സാധിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, നാളെ ആഖിറത്തിൽ എത്തിക്കഴിഞ്ഞാൽ ഒരടി പോലും ഒരാൾക്ക് മുന്നോട്ട് വെക്കാൻ സാധിക്കൂല 5 കാര്യങ്ങൾക്ക് അള്ളാഹിനോട് മറുപടി പറഞ്ഞിട്ടല്ലാണ്ട്. നമ്മൾ പലപ്പോഴായിട്ട് കേൾക്കുന്ന ഹദീസാണ്, ലാ തസൂലു ഖദമ ബിനി ആദം യൗമൽ ഖിയാമത്തി മിൻ ഇൻദ റബ്ബിഹി ഹത്താ യുസ്അല അൻ 50.
അള്ളാഹുവിന്റെ മുന്നിലെത്തിക്കഴിഞ്ഞാൽ ഖിയാമത്ത് നാളിൽ ഒരടി പോലും മുന്നോട്ട് വെക്കാൻ പറ്റൂല. 5 ചോദ്യം ചോദിക്കും. ആ 5 ചോദ്യത്തിന് നമ്മൾ മറുപടി പറയണം. അനങ്ങാൻ പറ്റൂല അള്ളാഹുവിന്റെ മുന്നിൽ. തമാശയല്ല പ്രിയമുള്ളവരെ. അതേതൊക്കെയാണ്? എന്റെ ആയുസ് മുഴുവൻ എന്തിനാ ചെലവാക്കിയത്? ഇടക്കിടക്ക് ഇന്ന് ചിന്തിക്കണം, ഞാൻ എന്തിനായി ജീവിക്കുന്നത്? എന്റെ ജീവിതത്തിന് എന്ത് അർത്ഥമാണുള്ളത്? എന്റെ ജീവിതം കൊണ്ട് എന്ത് നേട്ടമാണ് കിട്ടുന്നത് എനിക്കും സമൂഹത്തിനും? ഒന്നുകിൽ നാം കൃത്യമായി അള്ളാഹുവിനനുസരിച്ച് നിസ്കരിക്കുന്നവരും നോമ്പെടുക്കുന്നവരും ഖുർആൻ പാരായണം ചെയ്യുന്നവരും ഹറാമുകളെ സൂക്ഷിക്കുന്നവരും ആയിത്തീരണം. അല്ലെങ്കിൽ ഇതൊക്കെ ചെയ്യുന്നതിനോടൊപ്പം തന്നെ എന്റെ കുടുംബത്തിന് ഉപകാരമുള്ളവനായി തീരണം. ഇതൊക്കെ ചെയ്യുന്നതിനോടൊപ്പം തന്നെ എന്റെ സമൂഹത്തിന് ഉപകാരപ്പെടുന്നവനായി തീരണം. ഇങ്ങനെ ആർക്കും വേണ്ടാത്ത രീതിയിലാണോ എന്റെ ജീവിതം? അതല്ല, സമൂഹത്തിലേക്ക് ഉപകാരപ്പെടുന്ന രീതിയിലും ദീനിനെ, പ്രത്യേകിച്ച് ദീൻ പ്രബോധനത്തിനും ദീൻ പ്രചരണത്തിനും ദീൻ മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നതിനുമാണോ എന്റെ ജീവിതം ഉള്ളത്? ആയുസ്സിനെ കുറിച്ച് നമ്മൾ ചിന്തിച്ചേ പറ്റൂ. വെറുതെ ഇങ്ങനെ ജീവിച്ച് തീർത്താൽ ഈ ചോദ്യത്തിന് നാളെ മറുപടി പറയാതെ നമ്മൾ വേർക്കേണ്ടി വരും. രണ്ടാമത്തെ ചോദ്യം, നിന്റെ യുവത്വം 20 വയസ്സ് മുതൽ തന്നെ വേണമെങ്കിൽ പറയാം. 20-25 പ്രായം മുതൽ ഏകദേശം 45-50 വയസ്സ് വരെ നിന്റെ ആ യുവത്വത്തെ നീ എന്തിനു വേണ്ടിയാ ചെലവാക്കിയത്? കഞ്ചാവ് വിൽക്കാനാണോ? അങ്ങനെയുള്ള ലഹരി വസ്തുക്കൾക്ക് ഉപയോഗത്തിന് വേണ്ടിയിട്ടാണോ? അല്ല, അങ്ങനെ സുഖിച്ച് ജീവിക്കാൻ വേണ്ടിയിട്ടാണോ? അതല്ല, മറ്റുള്ളവരെ ഉപദ്രവിച്ചും ദ്രോഹിച്ചും സമരം നടത്തിയും പ്രതിഷേധം നടത്തിയും ഇങ്ങനെയൊക്കെ ജീവിതം തീർത്തു കളയുകയാണോ ചെയ്തത്? നിന്റെ യുവത്വത്തെ നിന്റെ മാതാപിതാക്കളെ കരയിപ്പിച്ചുകൊണ്ടാണോ നീ തീർത്തത്? അതല്ല, സമൂഹത്തെ വേദനിപ്പിച്ചുകൊണ്ടാണോ തീർത്തത്? അള്ളാഹിനോട് മറുപടി പറഞ്ഞേ പറ്റൂ. ഒരിക്കലും രക്ഷപ്പെടാൻ പറ്റൂല. യുവത്വം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. യുവാവ്, യുവതി എന്നൊക്കെ പറയുന്നത് വളരെ ആരോഗ്യവും നല്ല ചോരത്തുളപ്പും എന്താണോ മനസ്സിൽ ആഗ്രഹിക്കുന്നത് അത് സാധിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഏതറ്റം വരെ പോകാനും തയ്യാറാകുന്ന ഒരു മാനസികാവസ്ഥയുള്ള ഒരു പ്രായമാണ്. ആ പ്രായത്തിൽ എന്തൊക്കെയാണ് ചെയ്തു കൂട്ടുന്നത് എന്ന് നമുക്ക് ഓരോരുത്തർക്കും ബോധം വേണം. നമ്മുടെ മക്കൾ യുവത്വത്തിലേക്ക് കയറുമ്പോ ആ യുവത്വത്തിലേക്ക് കയറുന്ന മക്കൾക്ക് ഏതെല്ലാം തരത്തിലുള്ള ധാർമ്മിക ബോധമാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്, അത് നമ്മുടെ ചിന്തയിൽ നിർബന്ധമായിട്ടും ഉണ്ടാകണം. അവന്റെ ഇഷ്ടത്തിന് അത് തെരഞ്ഞെടുത്തു, ഇത് തെരഞ്ഞെടുത്തു, അവന്റെ ഇഷ്ടത്തിന് പോകുന്നു. അങ്ങനെ ഒരു ഉപ്പാക്ക് രക്ഷപ്പെടാൻ പറ്റൂല. മക്കളെ സംബന്ധിച്ച് അല്ലാഹു തആല ചോദിച്ചിരിക്കും. അതിനും മറുപടി പറയാതെ രക്ഷപ്പെടാൻ പറ്റൂല. ഓരോരുത്തരും അവരുടെ യുവത്വം എന്തിനു വേണ്ടിയാണ് ആ ആയുസ് അവർ ചെലവാക്കിയത്? അള്ളാഹുവിന്റെ മുന്നിൽ അല്ലാഹു തആല ചോദിക്കുമ്പോൾ, എന്റെ യുവത്വം, എന്റെ ആ നല്ല ആരോഗ്യം, എന്റെ ആ നല്ല പ്രായം ഞാൻ ചെലവാക്കിയത് ഇന്ന നന്മയായ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് റബ്ബേ എന്ന അഭിമാനത്തോടു കൂടി മറുപടി പറയാൻ നമുക്ക് സാധിക്കണം. നമ്മളൊന്ന് ആലോചിച്ചു നോക്ക്. എന്റെ ഈ ജീവിതം കൊണ്ട് ആർക്കൊക്കെയാണ് ഉപകാരപ്പെടുന്നത്? എനിക്കിഷ്ടം പോലെ പൈസ ഉണ്ട്, എനിക്ക് നല്ല ആരോഗ്യമുണ്ട്, എനിക്ക് നല്ല പിടിപാടുണ്ട്. എന്നിട്ട് അത് എനിക്ക് വേണ്ടി മാത്രമാണോ ഞാനത് ചെലവാക്കുന്നത്? അതല്ല, എനിക്ക് ചുറ്റുമുള്ള സമൂഹത്തിനും കൂടി അത് ഗുണം കിട്ടുന്നുണ്ടോ? ആലോചിക്കേണ്ട വിഷയമാണ്. പ്രിയമുള്ളവരെ, നാം പറഞ്ഞു വരുന്നത് അല്ലാഹു തആല നമ്മുടെ ജീവിതത്തെ കുറിച്ച്, നമ്മുടെ ആയുസ്സിനെ കുറിച്ച്, നമ്മുടെ ആരോഗ്യത്തെ കുറിച്ച് കൃത്യമായ രീതിയിൽ നാളെ ചോദ്യം ചെയ്യും. ആ ചോദ്യങ്ങൾക്ക് മറുപടി പറയാതെ ഒരടി പോലും മുന്നോട്ട് വെക്കാൻ സാധിക്കുകയില്ല. അതിൽ വർത്തമാന കാലഘട്ടത്തിൽ നാം പ്രത്യേകമായിട്ടും ശ്രദ്ധിക്കേണ്ട വിഷയമാണ് ലഹരി വസ്തുക്കളുടെ ഉപയോഗം. അത് നമ്മുടെ മക്കളിലും നമ്മുടെ സമൂഹത്തിലും എത്തുന്നുണ്ടോ എന്ന് പരിശോധിക്കേണ്ടത്. ആദ്യമായിട്ട് തുടങ്ങിയത് മദ്യപാനമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് തന്നെ മദ്യം അധികമായി ഉപയോഗിക്കുന്ന ഒരു വിഭാഗമായിരുന്നു അറബികൾ. ഇസ്ലാമിലേക്ക് പ്രവേശിച്ചതിന് ശേഷവും മദ്യത്തെ അല്ലാഹു തആല പൂർണ്ണമായിട്ടും നിരോധിച്ചിട്ടില്ല. കാരണം അത് അവരുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമാക്കി മാറ്റിയിരുന്നു. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അപകടമുണ്ടാക്കുന്ന മുഴുവൻ ലഹരി ഉപയോഗങ്ങളും അല്ലാഹു ഹറാമാക്കിയിട്ടുണ്ട്. നമ്മളൊന്ന് പരിശോധിച്ചു നോക്കിയാൽ മതി. അല്ലാഹു തആല ചെയ്യരുത് എന്ന് പറയുന്ന ഒരു കാര്യം എന്തുകൊണ്ടാണ് അല്ലാഹു അത് ചെയ്യരുത് എന്ന് പറഞ്ഞതെന്ന് പഠിക്കാൻ നമ്മൾ തയ്യാറായാൽ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ആ കാര്യം ചെയ്താൽ മനുഷ്യന് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ബുദ്ധിമുട്ട് നിർബന്ധമായിട്ടുണ്ടാകും. അതുകൊണ്ടാണ് അല്ലാഹു തആല അത് ഒഴിവാക്കിയത്. മദ്യം കുടിക്കരുത്, കള്ളു കുടിക്കരുത് എന്ന് അല്ലാഹു തആല പറയാനുള്ള കാരണം എന്താണ്? വ്യക്തമാണ് കാരണം. കുല്ലു മുസ്കിരിൻ ഖംറുൻ വകുല്ലു മുസ്കിരിൻ ഹറാം. എല്ലാ മദ്യവും ഹറാമാണ്, എല്ലാ ലഹരി ഉണ്ടാക്കുന്ന വസ്തുക്കളും ഹറാമാണ്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, മാ അസ്കര കസീറുഹു ഫഖലീലുഹു ഹറാം. കുറച്ച് ചെറിയ രീതിയിൽ ലഹരി ഉണ്ടാക്കുന്ന വസ്തുവാണെങ്കിലും ശരി, വളരെയധികം വ്യാപകമായിട്ട് ലഹരി ഉണ്ടാക്കുന്ന വസ്തുവാണെങ്കിലും ശരി, ഹറാമാണ്. അതിൽ ബീഡി വലിക്കലും തുമ്മാ തിന്നലും എല്ലാം അതിൽ പെടും.
അല്ലെ? ബീഡി വലിക്കൊരു ലഹരിയല്ലേ? ബീഡി വലിക്കാൻ തുടങ്ങിയവനിക്ക്, സിഗരറ്റ് വലിക്കുന്നവനിക്ക് വലിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നിർത്താൻ പറ്റുമോ? അതൊന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മുടെ കൂട്ടത്തിലെ സിഗരറ്റ് വലിക്കുന്നവർ വലിച്ചു വലിച്ച് എത്ര പൈസ നമ്മൾ കളയുന്നുണ്ട്. ആ പുക നമ്മൾ വലിച്ചു കയറ്റുന്ന സമയത്ത് നമ്മൾ ചിലപ്പോൾ ആലോചിച്ചു പോകാറുണ്ട്, കഠിനമായി ചൂടുള്ള പൊരിയുന്ന വെയിലിന്റെ സമയത്തൊക്കെ ചില ആൾക്കാർ ഇങ്ങനെ സിഗരറ്റ് വലിക്കുന്നത് ഞാനിങ്ങനെ ചിന്തിച്ചു പോകാറുണ്ട്. ഇവരെങ്ങനെ, ഒന്നാമത് നമുക്ക് ചൂടെടുത്തിട്ട് പുറത്ത് നിൽക്കാൻ കഴിയുന്നില്ല, ആ സമയത്ത് ഇവര് വലിച്ചു കയറ്റുന്നതും ചൂടാണ്, ഒരു അസ്വസ്ഥത ഉണ്ടാകുന്നില്ലേ? ആ സിഗരറ്റ് വലിക്കുന്നവരുടെ വായിൽ നിന്ന് വരുന്ന സ്മെല്ല്, ആ ഒരു ദുർഗന്ധം, അത് വല്ലാത്തൊരു മണമാണ്. അതും സഹിച്ചിട്ട് നമ്മുടെ ഭാര്യ നമ്മുടെ അടുത്ത് കിടക്കുന്നില്ലേ? അത് നമ്മുടെ മറ്റുള്ളവർക്ക് ഇടങ്ങേറുണ്ടാക്കുന്നില്ലേ? ഈ വലിക്കുന്നവരൊന്ന് ചിന്തിക്കണം. തുറന്നു പറയുകയാണ്, സിഗരറ്റ് വലിക്കുന്നവർ നമ്മുടെ കൂട്ടത്തിലുണ്ടെങ്കിൽ എന്ത് വില കൊടുത്തിട്ടാണെങ്കിലും അത് നിർത്താൻ നമ്മൾ തയ്യാറാകണം. നിർത്തിയേ പറ്റൂ. കാരണം അതുകൊണ്ട് നമുക്കൊരു ഗുണവും ലഭിക്കുന്നില്ല, ഒരു ഗുണവും നമുക്കതിന് ലഭിക്കുന്നില്ല. നമ്മൾ സിഗരറ്റ് വലിക്കുന്നവരാണെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മുടെ മക്കളും അതിനെ അടിമപ്പെട്ടിട്ട് വരും, ഒരു സംശയമില്ല കാര്യത്തിൽ. ഉപ്പയോ അങ്ങനെയായി, അതുകൊണ്ട് മോനെ നീ ഇങ്ങനത്തേനൊന്നും നിൽക്കണ്ട എന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യവുമില്ല. ഉപ്പ ഇങ്ങനെയാണ്, അതുകൊണ്ട് നീയും ഇങ്ങനെ ആവണം. അങ്ങനെ മാതൃകയാവാൻ നമുക്ക് സാധിക്കണം. നമ്മളോ ഇങ്ങനെയൊക്കെ ജീവിച്ച് തീർത്തു, നമ്മുടെ ജീവിതവും ഇങ്ങനെ ആയിപ്പോയി, അതുകൊണ്ട് മോനെ നീ ഇങ്ങനെ ആവരുത്, ഉപദേശിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. നമ്മൾ ജീവിച്ചിട്ട് കാണിച്ചു കൊടുക്കണം, ദാ ഉപ്പ ഇങ്ങനെയാണ്, അതുകൊണ്ട് നീയും ഇങ്ങനെ ആവണം. തീരുമാനിക്കണം. സിഗരറ്റ് വലിക്കുന്ന, ബീഡി വലിക്കുന്ന ഒരറ്റൊന്നും നമ്മുടെ പെരക്കുണ്ടാകാൻ പാടില്ല. ഒരു കുടിവെള്ളം തരില്ല എന്ന് ഉപ്പയും തീരുമാനിക്കണം. മക്കൾ തുടങ്ങിയാൽ പിന്നെ അത് നിർത്താൻ വലിയ പാടാണ്. ചിലപ്പോൾ ചെറിയൊരു ദിനേശ് ബീഡിയിലായിരിക്കും തുടങ്ങുക, അത് പിന്നെ കഞ്ചാവിലും അതുപോലുള്ള വലിയ വലിയ വസ്തുക്കളിലേക്കും എത്തും. അത് നമ്മുടെ കുടുംബം തകർക്കാൻ അത് മതിയാകും. ആ ഒരൊറ്റ മതിയാകും നമ്മുടെ കുടുംബം മുഴുവനും തകർക്കാൻ. കോളേജുകളിലേക്കും അതേപോലെ തന്നെ അതുപോലുള്ള ആർട്സ് കോളേജിലേക്കും ഹോസ്റ്റലിലേക്കും ഒക്കെ നമ്മുടെ മക്കളെ പറഞ്ഞേക്കുമ്പോ നമ്മുടെ മക്കൾ സേഫാണെന്ന് ചിന്തിച്ചിട്ട് വരാൻ പാടില്ല. നല്ല സെക്യൂരിറ്റിയാണ്, നല്ല ഫീസൊക്കെ കൊടുക്കുന്നുണ്ട്, നല്ല സെക്യൂരിറ്റിയാണെന്നൊക്കെ വിചാരിച്ചിട്ട് വരാൻ പാടില്ല. അന്വേഷിക്കണം, എന്റെ മകൻ അവിടെ ഹോസ്റ്റലിൽ ജീവിക്കുകയാണ്, നിസ്കരിക്കുന്നുണ്ടോ, ഇതുപോലുള്ള മറ്റു ലഹരി വസ്തുക്കളുടെ ഉപയോഗത്തിൽ അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു ചാൻസ് എന്റെ മക്കൾക്ക് അവിടെ കിട്ടാൻ പോകുന്നുണ്ടോ, നമ്മൾ അന്വേഷിക്കണം. ചിലപ്പോ നമ്മുടെ മക്കളിലോ നമ്മുടെ വീട്ടിലോ ഇതൊന്നും ഉണ്ടാകൂല. ഇതൊക്കെ അനുഭവിക്കുന്നവരുടെ വീട്ടിലൊന്ന് സന്ദർശിച്ചിട്ട് ആ ഉപ്പാനോടും ഉമ്മാനോടൊന്ന് ചോദിച്ചാൽ മതി, എന്തായിരുന്നു നിങ്ങളുടെ അനുഭവം. കരഞ്ഞിട്ടല്ലാതെ ആ ഉപ്പാക്കും ഉമ്മാക്കും പറയാൻ സാധിക്കുകയില്ല. എത്ര പെൺമക്കളാണ്, എത്ര ആൺമക്കളാണ് ഈ കഞ്ചാവിനും മയക്കുമരുന്നിനും അടിമപ്പെട്ടുകൊണ്ട് സ്വന്തം ജീവിതത്തെ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്നത്. മയക്കുമരുന്നും കഞ്ചാവും ലഭിക്കാത്തതിന്റെ പേരിൽ ബ്ലേഡ് കൊണ്ട് കൈകളൊക്കെ മുറിച്ചിട്ട് ലഹരി ആസ്വദിക്കുന്നവരുണ്ട്. കൈയും കാലൊക്കെ മുറിക്കുക, എന്നിട്ട് അതിൽ ആസ്വദിക്കുക. മയക്കുമരുന്ന് ഉപയോഗിക്കാൻ കഴിയാത്തതിന്റെ പേരിൽ, അത് കിട്ടാത്തതിന്റെ പേരിൽ ഒരു പ്രാവശ്യം അത് ശരീരത്തിൽ ചെന്നാൽ മതി, പിന്നെ അത് ഉപയോഗിക്കാതെ രക്ഷപ്പെടാൻ സാധിക്കുകയില്ല. നമ്മൾ ചിന്തിക്കേണ്ട വിഷയമാണ്. അതുകൊണ്ടാണ് ലഹരി വിരുദ്ധ ദിനം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ആചരിക്കുമ്പോൾ, അങ്ങനെ ആചരിക്കുന്നതിനപ്പുറത്ത് ഒരു മുസ്ലിമായ എനിക്ക് ഈ കഞ്ചാവിനും അതേപോലെ തന്നെ മയക്കുമരുന്നിനും പുതിയ സമൂഹം അടിമപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? വളരെയധികം ഗൗരവത്തിൽ ചിന്തിക്കേണ്ട വിഷയമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മദ്യപാനം ഹറാമാക്കിയത് ഈ കഞ്ചാവും മയക്കുമരുന്നൊക്കെ വന്നതിന് ശേഷം കള്ളു കുടിക്കാൻ എന്നുള്ളത് കുറച്ച് അതിന്റെ ഗൗരവം കുറഞ്ഞു പോയിരിക്കുക. കാരണം കള്ളിനേക്കാൾ കുറച്ചും കൂടി വീര്യം കൂടിയതൊക്കെ ആയിരിക്കും ഈ പറയുന്ന കഞ്ചാവും ഈ മയക്കുമരുന്നൊക്കെ ഉണ്ടാകുക. അപ്പൊ കള്ളുകൂടിയെ സംബന്ധിച്ച് ആരും ഒന്നും പറയുന്നില്ല. ചിലപ്പോൾ മുസ്ലിം സമൂഹത്തിലെ യുവാക്കൾക്കിടയിൽ കള്ളു കുടിക്കുക എന്നത് അതൊരു സർവ്വ സാധാരണയായി മാറിക്കൊണ്ടിരിക്കുന്നുണ്ടോ എന്നുപോലും നമ്മൾ ഭയപ്പെടേണ്ടിയിരിക്കുന്നു. ആഘോഷങ്ങളിൽ, പരിപാടികളിൽ, അതേപോലെ തന്നെ വലിയ വലിയ 10ാം ക്ലാസ്സും ഡിഗ്രിയും ഒക്കെ കഴിഞ്ഞിട്ടുള്ള പഠനം ഉണ്ടാവുമല്ലോ. MBBS ആയാലും അതുപോലുള്ള എഞ്ചിനീയറിംഗ് ആയാലും, അങ്ങനെ 20ഉം 23ഉം 25ഉം പ്രായമൊക്കെ കഴിഞ്ഞിട്ട് ഹോസ്റ്റലുകളിൽ പഠിക്കുന്ന നമ്മുടെ യുവാക്കളായ മക്കൾ, അവർ ആഘോഷിക്കുന്നത് നല്ല ഭക്ഷണം കഴിച്ചിട്ടല്ല, അവർ ആഘോഷിക്കുന്നത് നല്ല ബിരിയാണിയും ചിക്കനും തിന്നിട്ടല്ല, അവർ ആഘോഷിക്കുന്നത് ഇതുപോലുള്ള മയക്കുമരുന്നുകളും കള്ളും മദ്യപാനവും ഒക്കെ ഉണ്ടാക്കിയിട്ടാണ്. ആണും പെണ്ണും ഒന്നിച്ചിരുന്ന് കള്ളുകുടിക്കുക, അതിനുവേണ്ടി പ്രത്യേകം ക്ലബ്ബുകൾ, അതിനുവേണ്ടി സഹായിക്കാൻ പ്രത്യേകം സംഘങ്ങളും ആളുകളും. അതെ, ദുനിയാവ് തിന്മ സഹായിക്കാനും തിന്മയിൽ കൂട്ടുകൂടാനുമാണ് ഏറ്റവും കൂടുതൽ ഇന്ന് സാഹചര്യമുള്ളത്, നന്മയിലല്ല. അത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒരു കാലഘട്ടം വരും, ആ കാലഘട്ടത്തിൽ
ദീനനുസരിച്ച് ജീവിക്കുക എന്നത് വളരെയധികം പ്രയാസമുള്ള ഒരു കാര്യമായിട്ട് മാറും. ഉള്ളംകൈയിൽ തീക്കനൽ വെക്കുന്നത് പോലെയായിരിക്കും ദീനനുസരിച്ചുകൊണ്ട് ജീവിക്കാൻ സാധിക്കുക എന്നത്. ഒരുപക്ഷെ ചിന്തിച്ചു നോക്കുമ്പോൾ ആ കാലഘട്ടത്തിലാണ് നമ്മളിപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് നശിക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. ഒരാൾക്ക് നശിക്കണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒരു ബുദ്ധിമുട്ടുമില്ല. സ്വന്തം നാട്ടിൽ തന്നെ അതിനുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ടാകും, അല്ലേ? നമ്മളൊന്ന് ആലോചിച്ച് നോക്ക്. നന്നാവണമെന്ന് തീരുമാനിച്ചാലോ, യുവാക്കളുടെ ഒരു കൂട്ടായ്മ, ഇവർ ഇങ്ങനെയുള്ള മോശമായ പ്രവർത്തനങ്ങൾക്ക് പോകുന്നവരാണെന്ന് വിചാരിക്കുക. ആ കൂട്ടത്തിൽ ഒരാള് കൃത്യമായി ബാങ്ക് കൊടുത്ത് നിസ്കരിക്കാൻ പോകുന്നു, ഖുർആൻ ഓതുന്നു. അവനോട് എന്താ പറയാ മറ്റുള്ളവര്? വലിയ സൂഫിയായിട്ട് നടക്കുന്നു, ഓമില്ല നിസ്കാരക്കാരൻ, ഓമില്ല ഖുർആൻ ഓതുന്ന. അപ്പൊ ഈ കേൾക്കുന്നവർക്കോ ശരിയാണല്ലോ, ഞാനിങ്ങനെ ശരിയല്ലോ, ഒരു പഴയ രീതിയാണല്ലോ, ഒരു പഴഞ്ചൻ രീതിയാണല്ലോ എന്നൊക്കെ ആയിരിക്കും പിന്നെ ഓന്റെ ചിന്ത. അങ്ങനെ ഓനെ നിസ്കാരം ഇല്ലാണ്ടാക്കുക. പ്രിയമുള്ളവരെ, നമ്മൾ നമ്മുടെ മക്കളെ വിളിച്ചുപദേശിച്ചു കൊടുക്കണം. നിസ്കരിക്കാതെ, നോമ്പെടുക്കാതെ, അള്ളാഹുവിനെ ഓർക്കാതെ, ദീനനുസരിച്ചു കൊണ്ടുള്ള ജീവിതമല്ലാതെ നിന്റെ ജീവിതത്തിൽ ഒരു സന്തോഷവും നിനക്ക് കിട്ടൂല. പ്രത്യേകിച്ച് മരണത്തിന് ശേഷമുള്ള ജീവിതത്തിൽ. മരണത്തിന് ശേഷമുള്ള ജീവിതത്തെ പറ്റിയിട്ട് മക്കളോട് പറഞ്ഞു കൊടുത്തുകൊണ്ടേയിരിക്കണം. അവർക്ക് അതിൽ പ്രതീക്ഷയും അതിൽ ഭയവും ഉണ്ടാകണം. ഞാൻ മരിച്ചു കഴിഞ്ഞാൽ ഞാൻ എന്തായി തീരും? നമ്മുടെ മക്കൾക്ക് അങ്ങനെ ഒരു ചിന്തയില്ല. പുതിയ ജനറേഷൻ വളർന്നു വരുന്നത് അങ്ങനെയാണ്. അവരടിക്കാൻ പാടില്ല, അവരെ കഴമ്പാൻ പാടില്ല, അവരൊന്നും വഴക്കു പറയാൻ പാടില്ല. അപ്പോഴത്തേക്കും എന്തായി? ചൊടിച്ചിട്ട് പോക്കായി. ഉമ്മാനോട് ഉപ്പാനോട് പിണങ്ങലായി. ഉപ്പാക്കുമ്മാക്കും പേടി. മോൻ പിണങ്ങിക്കഴിഞ്ഞാൽ, വാതിൽ പൂട്ടി റൂമിന്റെ ഉള്ളിൽ ഇരുന്നാൽ, മൊബൈൽ കൊടുക്കാതിരുന്നാൽ, എന്തിന് 6ാം ക്ലാസ് പഠിക്കുന്ന 7ാം ക്ലാസ് പഠിക്കുന്ന കുട്ടികൾ വരെ ടിവിയുടെ റിമോട്ട് കൊടുക്കാത്തതിന്റെ പേരിൽ വരെ ജീവൻ ഇല്ലാതാക്കാൻ എവിടുന്ന് കിട്ടി? ഇവർക്ക് ഇങ്ങനെ എവിടുന്ന് കിട്ടി? ഇങ്ങനെ ആത്മഹത്യ ചെയ്യാൻ പറ്റും, ഇങ്ങനെയൊക്കെ നിന്ന് കഴിഞ്ഞാൽ മരിക്കാൻ പറ്റും, ഇങ്ങനെയൊക്കെ മാതാപിതാക്കളോട് വാശി പിടിച്ചാൽ എന്റെ കാര്യങ്ങളൊക്കെ നടക്കും. എവിടുന്ന് കിട്ടി? കൊടുക്കേണ്ട പ്രായം മുതൽ അതവ് കൊടുക്കാത്തതിന്റെ പേരിലാണ്. ആണ് മക്കളങ്ങനെ ആയിപ്പോലും മറ്റെല്ലാം മക്കളെ വിരടിക്കിടാൻ പാടില്ല. ചെറിയ പ്രായം മുതൽക്ക് തന്നെ വീട്ടിന്റെ ഉള്ളിൽ ദീനിയായ മാഹൗല് ഉണ്ടാക്കാത്തതിന്റെ പേരിലാണ് അവരങ്ങനെ വളർന്നു വന്നത്. കൃത്യമായിട്ട് എല്ലാ ദിവസവും മാതാപിതാക്കൾ വീട്ടിന്റെ ഉള്ളിൽ നിന്ന് ഖുർആൻ പാരായണം ചെയ്യുന്ന വീട്, കൃത്യമായി നിസ്കരിക്കുന്ന വീട്, കൃത്യമായി ദീനിന്റെ ധാർമ്മിക മൂല്യങ്ങളെ സൂക്ഷിക്കുന്ന ഒരു വീട്, ആ വീട്ടിന്റെ ഉള്ളിൽ ജീവിക്കുന്ന ഒരു മകനെ സംബന്ധിച്ചിടത്തോളം, ഒരു മകളെ സംബന്ധിച്ചിടത്തോളം വഴി തെറ്റിപ്പോകാൻ അത്ര സാധ്യതയൊന്നുമില്ല. പിന്നെ എന്നിട്ടും തെറ്റിയിട്ടുണ്ടെങ്കിൽ അത് അള്ളാഹുവിന്റെ പരീക്ഷണമാണ്. വേറെ ദുആ ചെയ്യലല്ലാതെ വേറെ വഴിയൊന്നും അതിലില്ല. മദ്യപാനം അത് എല്ലാ തിന്മയുടെയും താക്കോലാണ്. അള്ളാന്റെ റസൂല് പറഞ്ഞത് മദ്യപിക്കുക, കള്ളുകുടിക്കുക. ഇപ്പം ലഹരി വസ്തു എന്ന് കേൾക്കുമ്പോൾ തന്നെ കഞ്ചാവും മയക്കുമരുന്നും അതുപോലെയുള്ള MDMA ഒക്കെ അതുപോലെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ മനസ്സിൽ വരുന്നത്. കള്ളുകൂടി വരുന്നേ ഇല്ല. അതിപ്പോ സാധാരണയായിട്ട് മാറിയിട്ട് വരികയാണ്. അല്ലാഹു തആല അറബികളിൽ 3 ഘട്ടങ്ങളായിട്ടാണ് മദ്യപാനത്തെ ഇല്ലാതാക്കിയത്. يسألونك عن الخمر والميسر قل فيهما إثم كبير ومنافع للناس وإثمهما أكبر من نفعهما. ഒന്നാമതായിട്ട് പറഞ്ഞതാണ് അല്ലാഹു തആല. കള്ളുകുടിയും ചൂതാട്ടവും മദ്യപാനം ഇതൊക്കെയും ജനങ്ങൾക്ക് പ്രയോജനമുണ്ട്, പ്രയോജനമില്ലാത്തതുണ്ട്. പക്ഷെ പ്രയോജനത്തെക്കാൾ കൂടുതൽ അവരെ നശിപ്പിക്കുന്നതാണ് അതിൽ കൂടുതലുള്ളത്. അതുകൊണ്ട് നിങ്ങൾ അതിനൊക്കെ വർജിക്കണം. ആ സമയത്തൊക്കെ കള്ളുകൂടി നിങ്ങൾ ഒഴിവാക്കണം എന്ന് അല്ലാഹു തആല പറഞ്ഞെങ്കിലും അത് വ്യാപകമായിട്ട് സഹാബാക്കൾക്കിടയിൽ പോലും കള്ളുകൂടി ഒഴിവാക്കിയിരുന്നില്ല. ചില ആളുകൾ കള്ളൊക്കെ കുടിച്ചിട്ട് നിസ്കരിക്കാൻ വേണ്ടി വരും. അങ്ങനെ ഒരു ചരിത്രം കണ്ടു. കള്ളു കുടിച്ചിട്ട് നിസ്കരിക്കാൻ നിന്നു. ഖുർആൻ ഓതിയിട്ടൊന്നും അയാൾക്ക് തീരുന്നില്ല. കാരണം മത്ത് പിടിച്ചിരിക്കുകയാണ്. അയാൾ എന്താ പറയുന്നതെന്ന് പോലും തിരിയാത്തൊരവസ്ഥയാണ് മദ്യപാനം. നമുക്കൊന്നും അതറിയില്ല, നമ്മളൊന്നും അത് അനുഭവിച്ചിട്ടില്ല. അല്ലാഹു തആല മരണം വരെ സൂക്ഷിക്കാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. അങ്ങനെ ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ അഭിപ്രായമാണ് കൂടുതലും അതിന് വന്നത്. ഇങ്ങനെ കള്ളൊക്കെ കുടിച്ചിട്ട് വന്നിട്ട് ആടിയിട്ടൊക്കെ നിസ്കരിക്കുക, എന്താ ഓതുന്നതെന്ന് പോലും തിരിയില്ല. ഇതിനൊരു മാറ്റം വരുത്തണ്ടേ? അപ്പോഴാണ് അല്ലാഹു തആല ആയത്തിറക്കിയത്, യാ അയ്യുഹല്ലദീന ആമനൂ ലാ തഖറബുസ് സലാത്ത വഅൻതും സുക്കാറ. ഹേ സത്യവിശ്വാസികളെ, നിങ്ങൾ കള്ളുകുടിച്ചുകൊണ്ട്, നിങ്ങൾ മത്ത് പിടിച്ചുകൊണ്ട്, ലഹരി ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ നിസ്കാരത്തിലേക്ക് വരാൻ പാടില്ല. അപ്പൊ അന്ന് മുതൽ നിസ്കരിക്കുന്ന സമയത്ത് നിസ്കരിക്കാൻ വരുമ്പോൾ കള്ളു കുടിക്കാതെ വരാൻ തുടങ്ങി. ബാക്കിയുള്ള സമയത്തൊക്കെ അവർ കള്ളു കുടിക്കുമായിരുന്നു. കാരണം പൂർണ്ണമായിട്ട് നിരോധനം വന്നിട്ടില്ല. അങ്ങനെ ഒഴിവാക്കാൻ അവർക്ക് കഴിയുമായിരുന്നില്ല. മൂന്നാമത്തെ പ്രാവശ്യം അല്ലാഹു തആല പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനൂ ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാം ജിസ്ഉം മിൻ അമലിശ് ശൈത്താൻ ഫജ്തനിബൂഹു ലഅല്ലകും തുഫ്ലിഹൂൻ. പൂർണ്ണമായിട്ടും
ഈ പറയുന്ന അൻസാബ്, ഖംർ, മൈസിർ, അതുപോലുള്ള കാര്യങ്ങൾ, അസ്ലാം, എല്ലാ തരത്തിലുള്ള ലഹരി, ചൂതാട്ടം, അതുപോലെയുള്ള പ്രശ്നം വെക്കൽ, ഇങ്ങനെ ഇതെല്ലാം ഇതിൽ പെടും. അതിൽ പെട്ടത് തന്നെയാണ് ഈ മയക്കുമരുന്നും MDMA അതുപോലെ തന്നെ കഞ്ചാവും എല്ലാം. ഉപയോഗിച്ചു കഴിഞ്ഞാൽ മറ്റ് വരുന്ന രീതിയിൽ നമ്മൾ എന്താണ് പറയുന്നത് എന്ന് മനസ്സിലാക്കാത്തൊരവസ്ഥ വരുന്ന അങ്ങനെയുള്ള വസ്തുക്കൾ ഉപയോഗിക്കുക എന്നത് ഹറാം തന്നെയാണ്, അതിലൊരു സംശയവുമില്ല. അല്ലാഹു തആല പറഞ്ഞു, ഇതെല്ലാം ശൈത്താന്റെ പ്രവർത്തനങ്ങളാണ്, അതിനെ പൂർണ്ണമായിട്ട് നിങ്ങൾ ഒഴിവാക്കിയേക്കണം. സഹാബാക്കൾ അവരുടെ വീടുകളിലുള്ള സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന മദ്യങ്ങൾ മുഴുവനും ഒഴുക്കിക്കളഞ്ഞു എന്നാ പറഞ്ഞത്. എന്നിട്ട് നമുക്കെന്താ ലഹരി ഒഴിവാക്കാൻ പറ്റാത്തത്? നമ്മൾ ജന്മന മുസ്ലിമീങ്ങളാണ്, നമ്മൾ ജന്മന ദീനിനെ കേൾക്കുന്നവരാണ്, നമ്മൾ ജന്മന ഖുർആനും അള്ളാഹിനെ സംബന്ധിച്ച് കേൾക്കുന്നവരാണ്. എന്നിട്ടും നമ്മുടെ ശരീരത്തിന് മാത്രം സുഖം കിട്ടുന്ന ചില ശീലങ്ങൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്നില്ല. എന്തുകൊണ്ട്? ഈമാൻ നമ്മുടെ ശരീരത്തിൽ കൃത്യമായിട്ട് നമ്മുടെ മനസ്സിൽ കയറിയിട്ടില്ല എന്നത് തന്നെയാണ് അതിന്റെ ഉത്തരമെന്ന് നമുക്ക് പറയാനുള്ളത്. ഈമാൻ പൂർണ്ണമല്ലാത്തത് കൊണ്ടാണ് നമ്മുടെ ശരീരത്തെ നശിപ്പിക്കുന്ന ഇതുപോലുള്ള ദുശ്ശീലങ്ങൾ ഒഴിവാക്കാൻ നമുക്ക് സാധിക്കാത്തത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഇങ്ങനെയുള്ള ലഹരി ഉപയോഗ വസ്തുക്കളെ മാറ്റി നിർത്തുന്നതിൽ ഒന്നാമതായിട്ട് നിൽക്കേണ്ടത് നമ്മളും നമ്മുടെ മക്കളുമായിരിക്കണം. അവർക്ക് ലഹരി വേണം. ഏത് ലഹരിയാണ്? നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും സന്തോഷിപ്പിക്കുന്ന, മാതാപിതാക്കൾക്ക് കണ്ണിന് കുളിർമയാകുന്ന മക്കൾക്ക് മാതാപിതാക്കൾ ഒരു ലഹരിയാവണം. ഉമ്മാനെയും ഉപ്പാനെയും സന്തോഷിപ്പിക്കുന്നത് അവർക്കൊരു ലഹരിയായിട്ട് മാറണം. ആ ഉമ്മാനെയും ഉപ്പാനെ സംബന്ധിച്ചിടത്തോളം ആ മക്കളെ കൊണ്ട് ഒരു അടങ്ങേറുണ്ടാവില്ല. കാരണം അവരുടെ ലഹരി എന്ന് പറയുന്നത് ഉപ്പയും ഉമ്മയുമാണ്. ഉപ്പയും ഉമ്മയും പറഞ്ഞതിന് അപ്പുറത്തേക്ക് അവരില്ല. നിസ്കരിക്കുന്നത് ഒരു ലഹരിയായിട്ട് മാറണം, ഖുർആൻ ഓതുന്നത് ഒരു ലഹരിയായിട്ട് മാറണം, അള്ളാഹുവിനെ സംബന്ധിച്ച് കേൾക്കുന്നത് ഒരു ലഹരിയായിട്ട് മാറണം. സഹാബാക്കളെ പോലെ ഖുർആൻ ഓതിക്കൊണ്ടേയിരിക്കുമ്പോൾ ഇങ്ങനെ ആസ്വദിക്കുക, ഖുർആൻ കേൾക്കുന്നത് ഒരു ലഹരിയായിട്ട് മാറണം. എന്തേ ഉണ്ടാക്കിക്കൂടെ? എത്ര ആളുകളുണ്ട് അങ്ങനത്തെ ആളുകൾ. എന്തുകൊണ്ട് നമ്മുടെ മക്കളിൽ അത് ഉണ്ടാക്കാൻ നമുക്ക് സാധിക്കുന്നില്ല? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുള്ള ലഹരി എന്താ? നിസ്കാരത്തിലാണ് ഒന്നാമത്തെ ലഹരി. അത് എങ്ങനെയാ? റസൂൽ പറഞ്ഞ എന്റെ കണ്ണിന് കുളിർമയാകുന്നത്. അഥവാ നിസ്കരിക്കാൻ കൈകെട്ടി കഴിഞ്ഞാൽ പിന്നെ അങ്ങ് ആസ്വദിക്കുകയാണ് നിസ്കാരം. നമുക്കതിന് പറ്റുന്നില്ല. ഖുർആൻ പാരായണം ചെയ്യുന്നത്, ഖുർആൻ കേൾക്കുന്നത്, നിസ്കരിക്കുന്നത്, അള്ളാഹുവിനെ സംബന്ധിച്ച് കേൾക്കുന്നത്, ദീനിന്റെ ഇൽമുകൾ കേൾക്കുന്നത്, അതിലൊരു ലഹരി നമ്മൾ കണ്ടെത്തണം. എന്നിട്ട് നമ്മളെ നശിപ്പിക്കുന്ന ലഹരിയൊക്കെ നമ്മൾ മാറ്റി നിർത്തണം. എങ്കിൽ ദുനിയാവും ആഖിറവും നമുക്ക് സന്തോഷത്തോടെയുള്ളതാണ്. ഒരു സംശയമില്ല കാര്യത്തിൽ. കള്ളുകൂടി കൊണ്ടോ സിഗരറ്റ് വലി കൊണ്ടോ ഇതുപോലുള്ള ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നത് അതിൽപ്പെട്ടത് തന്നെയാണ് തുമ്മാതിന്നൽ. അതിൽ പുകയില ഉപയോഗിക്കുന്നുണ്ടല്ലോ, അതൊരു ലഹരിയാണ്. പുകയില ഉപയോഗിക്കാത്തവർക്ക്, പുകയില ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നവർക്ക്, അത് നമ്മൾ സാധാരണ നമ്മുടെ നാട്ടിൽ പോലെ തുമ്മാതിന്നാന്നുള്ളത്, വെറ്റിലയും അടക്കയും ആ 100 അതൊക്കെ കൂട്ടിയിട്ട് തിന്നലുണ്ടല്ലോ. അത് നിർത്താൻ വേണ്ടിയിട്ട് ആൾക്കാർ കഷ്ടപ്പെടുന്നത് നമ്മൾ കാണാറുണ്ട്. പ്രത്യേകിച്ച് വയസ്സുള്ളവർ. ക്യാൻസർ വരുന്ന സാധനമാണ്. ഈ സിഗരറ്റ് വലി പോലെ തന്നെയാണ് ഈ തുമ്മാ തിന്നുന്നതും. അതൊക്കെ നല്ല നിസ്കരിക്കുന്ന ഉമ്മമാരും ഉപ്പമാരും തിന്നുന്നതൊക്കെ കാണാം. അറിയാത്തതിന്റെ പേരിലാണ്. വായക്കും തൊണ്ടക്കും ഒക്കെ ക്യാൻസർ വരുന്ന വസ്തുവാണത്. പുകയിലയും അതുപോലുള്ള ഉൽപ്പന്നങ്ങളും ഒക്കെ നമ്മൾ കാണാറില്ലേ? പുകയില ഉൽപ്പന്നങ്ങൾ 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് വിൽക്കുന്നത് നിരോധിച്ചിരിക്കുന്നു. മദ്യപാനത്തിന്റെ അവിടെ എന്താ കാണുന്നത്? മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമാണ്. നല്ല പച്ചമലയാളത്തിലെ കൊടുക്കുക. മദ്യപാനം ആരോഗ്യത്തെ നശിപ്പിക്കുന്നതാണ് എന്ന് എവിടെയും കൊടുക്കുന്ന കണ്ടിട്ടില്ല. സിഗരറ്റ് വലിക്കുന്നത്, ലഹരി ഉപയോഗിക്കുന്നത് അത് ഹൃദയത്തെ നശിപ്പിക്കും. ഇതൊക്കെ നമുക്കറിയാം. എന്നിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് അതുകൊണ്ടാണ് അതിന് ലഹരി എന്ന് പറയുന്നത്. നമ്മൾ നശിക്കും, നമ്മൾ ഇല്ലാതാകും എന്ന് നമുക്കറിയാം. എന്നിട്ടും നമുക്ക് ഉപയോഗിക്കാൻ കഴിയാതെ വരുന്നത്, ഉപയോഗിക്കാതിരിക്കാൻ നിൽക്കാതെ വരുന്നത്, അതിനാണ് ലഹരി എന്ന് പറയുന്നത്. ഒഴിവാക്കിയേ പറ്റൂ. തുമ്മാ തിന്നതായാലും അതുപോലുള്ള വസ്തുക്കളായാലും സിഗരറ്റ് വലിക്കുന്നതായാലും ബീഡി വലിക്കുന്നതായാലും എല്ലാം നമ്മൾ ഒഴിവാക്കിയേ പറ്റൂ. ചില ആൾക്കാർ പറയാറുണ്ട്, ഞാൻ ഒരു ദിവസം 2 പെട്ടി അല്ലെങ്കിൽ 3 ബോക്സൊക്കെ സിഗരറ്റ് വലിക്കാറുണ്ട്, എനിക്ക് രോഗമൊന്നും വരാറില്ലല്ലോ. അഭിമാനത്തോടെ പറയാം. ഈ രോഗം വരുന്നത് കൊണ്ടാണ് ഒഴിവാക്കണം എന്ന് പറഞ്ഞത് അല്ല. അല്ലാഹ് ഹറാമാക്കി. എന്തുകൊണ്ടെന്നുള്ള ചിന്ത നമുക്ക് അവിടെ ഇല്ല. ചിലപ്പോൾ എന്റെ ആരോഗ്യത്തിന്റെ പേരിൽ അല്ലാഹു തആല തീരുമാനിച്ചതിന്റെ പേരിലായിരിക്കും അസുഖമൊന്നും വരാത്തത്. ചിലപ്പോ സിഗരറ്റ് വലിച്ച് ജീവിതം തീർത്തവർ മരിച്ചതിന് ശേഷം ചിലപ്പോൾ അന്വേഷിക്കുമ്പോൾ ചികിത്സിച്ച് ഡോക്ടർമാര് പരിശോധിക്കുമ്പോഴായിരിക്കും ഇയാൾക്ക് ക്യാൻസർ ഉണ്ടായിരുന്നു, പക്ഷെ അത് ആരും അറിഞ്ഞിട്ട് പോലും ഇല്ല. അയാൾ മരിക്കാനുള്ള കാരണം ഇയാളുടെ കുടലിന് ക്യാൻസർ ആയിരുന്നു, അല്ലെങ്കിൽ ഹാർട്ടിന് ക്യാൻസർ ആയിരുന്നു, അല്ലെങ്കിൽ ഇതുപോലുള്ള ശരീരത്തിന്റെ ഉള്ളിലുള്ള അവയവങ്ങൾക്ക് ക്യാൻസർ ആയിരുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കുക. ഒരു പക്ഷേ അല്ലാഹു തആല തീരുമാനിച്ചിരുന്നുവെങ്കിൽ, അല്ലാഹു അങ്ങനെയുണ്ടല്ലോ,
അള്ളാഹു തആല തീരുമാനിക്കുന്ന അള്ളാന്റെ വിധി എന്ന് പറഞ്ഞാൽ ഒരുത്തൻ സിഗരറ്റ് കൃത്യമായി വലിക്കുന്നവനാണ്, അങ്ങനെ അവൻ സിഗരറ്റ് ഒഴിവാക്കാത്തവനായി മാറുകയും അതിനെ കൃത്യമായി ശീലമാക്കുകയും ചെയ്ത ആള് അങ്ങനെ സിഗരറ്റ് അവനെ ഒഴിവാക്കുന്നില്ലെങ്കിൽ 65ാമത്തെ വയസ്സിൽ അവന്റെ മരണം എന്നാണ് അള്ളാഹ് തീരുമാനിച്ചതെങ്കിലോ അത് ഒഴിവാക്കാത്തവനാണ്. അങ്ങനെ ലഹരിയും സിഗരറ്റ് വലിയൊക്കെ അവൻ നിർത്തിയാൽ അവർക്ക് 75 വയസ്സ് വരെ ജീവിക്കാം എന്ന് അള്ളാഹ് തീരുമാനിച്ചാൽ അള്ളാഹ്ക്ക് അങ്ങനെ തീരുമാനിക്കാലോ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, എല്ലാം മാറ്റേണ്ട സമയമായിരിക്കുന്നു. നമ്മൾ നമ്മുടെ ജീവിതത്തെ ഒന്നുകൂടി, നമ്മുടെ ഭാര്യയെയും നമ്മുടെ മക്കളെയും നമ്മുടെ കുടുംബത്തെ സേഫാക്കുക. നമ്മുടെ കുടുംബത്തെ നമ്മൾ സേഫാക്കുക. പട്ടിണിയിൽ നിന്നും, മഴ കൊള്ളുന്നതിൽ നിന്നും, വെയിൽ കൊള്ളുന്നതിൽ നിന്നും ഒക്കെ നമ്മൾ ഭക്ഷണം കൊടുത്തിട്ടും വീടെടുത്തിട്ടും ഒക്കെ നമ്മൾ മക്കളെയും ഭാര്യയും ഒക്കെ സേഫാക്കാറുണ്ട്. അതേപോലെ തന്നെയാണ് നമ്മുടെ ഭാര്യയെയും നമ്മുടെ മക്കളെയും മരിച്ചതിന് ശേഷമുള്ള ജീവിതം നരകത്തിലേക്ക് പോകുന്നതിൽ നിന്നും സേഫാക്കുക എന്നുള്ളത്. നമ്മൾ നമ്മുടെ സേഫാക്കുക, അതേപോലെ തന്നെ നമ്മുടെ മക്കളെയും സംരക്ഷിക്കുക, നമ്മുടെ ഭാര്യയെയും സംരക്ഷിക്കുക. അതേപോലെ തന്നെയാണ് ഈ ലഹരി വസ്തുക്കൾ. കുടുംബ ഭദ്രത എന്ന് പറയുന്നത് കുടുംബം ശിഥിലമാകാതിരിക്കാനുള്ള വഴികൾ ദീനനുസരിച്ചു കൊണ്ടുള്ള ജീവിതം നമ്മുടെ കുടുംബത്തിൽ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. അതിന് പ്രധാനപ്പെട്ടതാണ് അള്ളാഹുവിന്റെ വലിയ തൗഫീഖാണ്. നമ്മൾ ആരും ശിർക്ക് ചെയ്യാറില്ല. നമ്മളാരും ജാറത്തിലേക്കോ അതുപോലുള്ള മക്കാമിലേക്കോ ഔലിയാക്കന്മാരെ പേര് വിളിച്ചിട്ടോ അല്ലെങ്കിൽ മലക്കുകളെ പേര് വിളിച്ചിട്ടോ ജിന്നിന്റെ പേര് വിളിച്ചിട്ടോ നമ്മൾ എവിടെയും പോകാറില്ല. നമുക്ക് അള്ളാഹ് മതി എന്ന് ചിന്തിച്ച് നടക്കുന്നവരാണ്. നമുക്ക് അള്ളാഹ് മതി, അള്ളാഹ് മാത്രമേ ഉണ്ടാകൂ എന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. അപ്പൊ പിന്നെ അത് നമുക്ക് ഓൾറെഡി ഉണ്ടായിരിക്കെ പിന്നെ നമ്മുടെ ജീവിതത്തിൽ ഒന്നാമതായിട്ട് നമ്മൾ കൊണ്ടുവരേണ്ടത് കൃത്യമായിട്ട് നിസ്കരിക്കുക എന്നുള്ളതാണ്. നമ്മൾ മാത്രം നിസ്കരിച്ചാൽ പോരാ, മക്കളെയും നിസ്കരിപ്പിക്കുക എന്നുള്ളതാണ്. 7 വയസ്സായ മോനോ മോളോ പെരക്കുണ്ടോ, സുബഹി ബാങ്ക് കൊടുത്താലും സുബഹിക്ക് ഖളാന്നതിന് മുമ്പ് അവരെ വിളിച്ചിരിക്കണം. ഉറങ്ങിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് കരുണ കാണിക്കരുത്. അത് കരുണയല്ല, രാവിലെ നേരത്തെ എഴുന്നേൽക്കുന്നതിൽ നിന്നും നമ്മളെ മക്കളെ തടയുകയാണ് നമ്മൾ ചെയ്യുന്നത്. ചെറുപ്പത്തിലേ അത് ശീലിപ്പിക്കണം. പറ്റുമെന്ന് പള്ളി പോകുന്നവരാണെങ്കിൽ ആ മക്കളെയും കൂട്ടിയിട്ട് പള്ളിയിലേക്ക് പോകണം, അടുത്ത പള്ളി ഉണ്ടെങ്കിൽ. അങ്ങനെ നമ്മൾ ശീലിപ്പിക്കണം. നിസ്കാരം കൃത്യമാക്കിയാൽ തന്നെ ഏകദേശം ഇതിൽ നിന്നൊക്കെ നമ്മൾ രക്ഷപ്പെടും, നമ്മുടെ മക്കളും രക്ഷപ്പെടും. ഇതാ അല്ലാഹു റസൂൽ പറഞ്ഞതാ, നിസ്കാരം ശരിയായാൽ ബാക്കിയുള്ളതെല്ലാം ശരിയാവും. നിസ്കാരം ശരിയല്ലേ, അതിന്റെ എല്ലാ കർമ്മങ്ങളും ശരിയാവില്ല, എല്ലാം മോശമാകും. അപ്പൊ ഇതുപോലുള്ള ലഹരി വസ്തുക്കളിൽ നിന്നൊക്കെ നമ്മുടെ മക്കളെ സംരക്ഷിക്കാനുള്ള വഴി എന്താ? പെരക്കന്നെ കെട്ടിയിടലല്ല, പെരക്കന്നെ റൂമിൽ തന്നെ പൂട്ടിയിടലല്ല, അല്ലെങ്കിൽ സ്കൂളിലോ കോളേജിലോ പറഞ്ഞേക്കാതെ അവിടെയൊക്കെ ലഹരി ഉണ്ട്, എനിക്ക് പേടിയാണ്, അതുകൊണ്ട് ഒറ്റയ്ക്ക് എന്റെ മോനെ ഞാൻ എവിടെ അയക്കൂല എന്ന് പറഞ്ഞ് നിർത്തലല്ല, മറിച്ച് അവരെ നിസ്കരിപ്പിക്കുന്നവരായി തീരുക, അവരെ നിസ്കാരം ശീലമുള്ളവരാക്കി തീർക്കുക. എവിടെ പോയാലും എന്റെ മകൻ കൃത്യമായിട്ട് നിസ്കരിക്കുമെന്ന് ഉറപ്പ് ഉപ്പാക്കുണ്ടോ ഉമ്മാക്കുണ്ടോ, ധൈര്യമായിട്ട് നിങ്ങൾക്ക് ജീവിക്കാം. നിങ്ങളെ മക്കൾ ഇതുപോലുള്ള അവസ്ഥയിലേക്ക് പോകില്ല. കാരണം അല്ലാഹ് പറഞ്ഞതാണ്, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതാണ്, വഴിതെറ്റിപ്പോകില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ രീതിയിൽ സംരക്ഷണത്തോടുകൂടി സുരക്ഷിതത്തോടുകൂടി ഈമാനോടുകൂടി ജീവിക്കുന്ന കുടുംബങ്ങളുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വഖൂലു ഖൗലൻ സദീദാ യുസ്ലിഹ് ലക്കും അഅമാലക്കും വയഗ്ഫിർ ലക്കും ദുനൂബക്കും വമൻ യുതിഇല്ലാഹ വറസൂലഹു ഫഖദ് ഫാസ ഫൗസൻ അളീമാ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. فيا أيها الناس أوصيكم عباد الله ثانيا وإياي بتقوى الله. അള്ളാഹുവിൻ്റെ സത്യവിശ്വാസികളെ, ജീവിതത്തിലുടനീളം അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുവാനും അതേപോലെ തന്നെ മരണത്തിന് ശേഷമുള്ള ജീവിതത്തെ ഭയപ്പെട്ടുകൊണ്ട് സ്വർഗം പ്രതീക്ഷിച്ചുകൊണ്ട് കഴിയുവാൻ അള്ളാഹുവിനെ തഖ്വ ചെയ്തുകൊണ്ട് ജീവിക്കുവാനും സാധിക്കണമേ എന്ന് ഒന്നുകൂടി ഉപദേശിക്കുകയാണ്, ഓർമ്മിപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുക എന്നത് അള്ളാഹും അവൻ്റെ റസൂലും നമുക്ക് നിഷിദ്ധമാക്കിയ കാര്യമാണ്. അഥവാ നമ്മുടെ ശരീരത്തെ നശിപ്പിക്കുന്ന, നമ്മുടെ ജീവിതത്തെ ഇല്ലാതാക്കുന്ന, നമ്മുടെ കുടുംബത്തെ തകർക്കുന്ന ഒരു പ്രവർത്തനവും നമ്മുടെ ഭാഗത്തു നിന്നും ഉണ്ടാകാൻ പാടില്ല. അത് അള്ളാഹുവിൻ്റെ ഓർഡറാണ്. കുടുംബം അല്ലെങ്കിൽ നമ്മുടെ ശരീരം, നമ്മുടെ ജീവിതം എന്നുള്ളത് അത് മഹത്തായ ഒരു കാര്യമാണ്. ആ മഹത്തായ കാര്യത്തിന് വിള്ളലേൽക്കുന്ന ഒരു പ്രവർത്തനം നമ്മുടെ ഭാഗത്തു നിന്നും ഉണ്ടാകാൻ പാടില്ല. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ ലഹരി ഉപയോഗം എന്ന് പറയുന്നത്. അത് മദ്യപാനമായാലും കഞ്ചാവായാലും മയക്കുമരുന്നായാലും അതേപോലെ തന്നെ സിഗരറ്റ് വലിക്കുന്നതായാലും എല്ലാം നമ്മുടെ ജീവിതത്തെ ഇല്ലാതാക്കുന്ന ഒരു കാര്യം തന്നെയാണ്, ഒരു സംശയമില്ല കാര്യത്തിൽ. അതിൽ നിന്നൊക്കെ മാറി നിൽക്കാനും അതിൽ നിന്ന് മാറി നിന്ന് അതിനെതിരെ പോരാടാനും നമുക്ക് സാധിക്കണം. അതുമായി ബന്ധപ്പെട്ട ഒരു മേഖലയിലേക്കും നമ്മളോ നമ്മുടെ മക്കളോ പോകുന്നില്ല എന്ന് നമുക്ക് ഉറപ്പിക്കാൻ സാധിക്കണം. ദീനനുസരിച്ചു കൊണ്ടുള്ള ജീവിതവും
അത് തന്നെയായിരിക്കണം നമ്മുടെ ലഹരിയായിട്ട് മാറേണ്ടത്. നിസ്കാരവും ഖുർആൻ പാരായണവും അതായിരിക്കണം നമ്മുടെ ലഹരിയായിട്ട് മാറേണ്ടത്. അങ്ങനെ ലഹരിയാകുമ്പോൾ മരണത്തിന് ശേഷമുള്ള ജീവിതം നമുക്ക് ആസ്വദിക്കാനും അനുഭവിക്കാനും സാധിക്കും. ഇല്ലേ, മദ്യപിക്കുന്ന ആളുകളെ സംബന്ധിച്ച് മദ്യപാനത്തിന്റെ അതേ അവസ്ഥയിൽ, ലഹരി ഉപയോഗിക്കുന്ന അതേ അവസ്ഥയിൽ മരിച്ച ആളുകളെ സംബന്ധിച്ച് അള്ളാഹുവിന്റെ റസൂല് നമുക്ക് പഠിപ്പിച്ചു തന്നത് അവർക്ക് സ്വർഗമേ ഇല്ല എന്നാണ്. മദ്യപാനത്തെ സംബന്ധിച്ച് പറഞ്ഞത്, മദ്യം വിൽക്കുന്നവൻ, വാങ്ങുന്നവൻ, അതിന് എഴുതുന്നവൻ, അതിന് കൂട്ടുനിൽക്കുന്നവൻ, അതിനുവേണ്ടി സഹായിക്കുന്നവൻ എല്ലാവരെയും അള്ളാഹു തആല ശപിച്ചിരിക്കുന്നു എന്നാണ്. അള്ളാഹുവിന്റെ ശാപം കിട്ടിയ ആൾക്കാരുടെ കൂട്ടത്തിൽ നമ്മൾ ഉണ്ടോ ഇല്ല എന്ന് പരിശോധിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഇന്നല്ലെങ്കിൽ നാളെ നാം ഓരോരുത്തരും മരിക്കും, ഒരു സംശയവുമില്ല കാര്യത്തിൽ. സുഖിക്കേണ്ടതും ആസ്വദിക്കേണ്ടതും ദുനിയാവിലല്ല, അത് ആദ്യം നമ്മൾ മനസ്സിലാക്കുക. മരണത്തിന് ശേഷമുള്ള ജീവിതത്തിലാണ് നാം സുഖിക്കേണ്ടത്, ആസ്വദിക്കേണ്ടത്. ഇവിടെ ഇതൊരു പരീക്ഷണ ജീവിതമാണ്. ഇവിടെ കുറെ കഷ്ടപ്പെടേണ്ടി വരും, കുറെ സഹിക്കേണ്ടി വരും, കുറെ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും, കുറെ ക്ഷമിക്കേണ്ടി വരും. എന്തിന്? എൻ്റെ മരണത്തിന് ശേഷമുള്ള ജീവിതം സന്തോഷത്തിലാവാൻ. അതായിരിക്കണം ഈ ഒരു ദിവസത്തിൽ നാം ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിൽ എടുക്കുന്ന ഒരു പ്രതിജ്ഞയായിട്ട് ഉണ്ടാകേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ തരത്തിലുള്ള തെറ്റുകളിൽ നിന്നും, എല്ലാ തരത്തിലുള്ള മുസീബത്തുകളിൽ നിന്നും അള്ളാഹു നമ്മെയും നമ്മുടെ മക്കളെയും നമ്മുടെ കുടുംബത്തെയും കാത്തുരക്ഷിക്കട്ടെ. മിനിഞ്ഞാന്ന് ഒരു സഹോദരി മകന്റെ കൂടെ കാറിൽ സഞ്ചരിക്കുന്ന സമയത്ത് അപകടമുണ്ടായി, അതിൽ മരണപ്പെട്ടു, അവർക്ക് വേണ്ടി ദുആ ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപകട മരണങ്ങൾ അല്ലാഹു തആല നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കട്ടെ. ആ മരിച്ചുപോയ സ്ത്രീക്ക് അല്ലാഹു തആല പുറത്തു കൊടുക്കുകയും മഗ്ഫിറത്തും റഹ്മത്തും അല്ലാഹു ചൊരിഞ്ഞു കൊടുക്കുകയും ചെയ്യട്ടെ. അവരുടെ ഖബറിടത്തെ അല്ലാഹു വിശാലമാക്കി കൊടുക്കട്ടെ. എല്ലാ തരത്തിലുള്ള വേദനകളും അല്ലാഹു തആല മാറ്റി കൊടുക്കട്ടെ. എല്ലാ തരത്തിലുള്ള പാപങ്ങളും അല്ലാഹു പുറത്തു മാപ്പാക്കി കൊടുക്കട്ടെ. അവരുടെ ബർസഖി ജീവിതം അല്ലാഹു സന്തോഷത്തിലാക്കി കൊടുക്കട്ടെ. അവരുടെ മക്കൾക്കും അവരുടെ കുടുംബക്കാർക്കും അവരുടെ വിയോഗത്താലുണ്ടാകുന്ന വിഷമം അല്ലാഹു തആല അവർക്ക് ക്ഷമിക്കാനും സഹിക്കാനുമുള്ള ഒരു വേദിയാക്കി കൊടുക്കട്ടെ. ക്ഷമയും സഹനതയും അല്ലാഹു തആല അവർക്ക് നല്ലോണം നൽകി അനുഗ്രഹിക്കട്ടെ. അതിനു പകരം അല്ലാഹു തആല ഏറ്റവും നല്ലത് അവർക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മെയും നമ്മുടെ കുടുംബത്തെയും നമ്മുടെ മക്കളെയും വാഹന അപകടങ്ങളിൽ നിന്നും ഇതുപോലുള്ള അപകട മരണങ്ങളിൽ നിന്നും മുസീബത്തുകളിൽ നിന്നും അല്ലാഹു നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കട്ടെ. നമ്മുടെ പാപങ്ങൾ അല്ലാഹു പുറത്തു മാപ്പാക്കി തരട്ടെ. നമ്മിൽ നിന്നും മരിച്ചുപോയ നമ്മൾ പലരുടെയും മാതാപിതാക്കൾ, അവർക്ക് അല്ലാഹു തആല മഗ്ഫിറത്തും റഹ്മത്തും ചൊരിഞ്ഞു കൊടുക്കട്ടെ. രോഗികളായി കിടക്കുന്ന ഒരുപാട് ആളുകൾ, നമ്മുടെ കുടുംബക്കാർ, നമ്മുടെ അയൽവാസികൾ, കൂട്ടുകാർ, അല്ലാഹു തആല അവരുടെ രോഗങ്ങളെല്ലാം പരിപൂർണമായിട്ടും ശിഫയാക്കി കൊടുക്കട്ടെ. കിട്ടിയിരിക്കുന്ന ആരോഗ്യത്തെ മരണം വരെ നിലനിർത്താനും അതിനെ സൂക്ഷിക്കാനും അല്ലാഹു നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ മക്കൾക്ക് അല്ലാഹു തആല നല്ല ആരോഗ്യവും നല്ല ആയുസ്സും നല്ല ദീനും നൽകി അനുഗ്രഹിക്കട്ടെ. സ്വാലിഹായ മക്കളാക്കി അല്ലാഹു നമ്മുടെ മക്കളെ വളർത്തട്ടെ. ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന മക്കളാക്കി നമ്മുടെ മക്കൾ അല്ലാഹു മാറ്റട്ടെ. നല്ല ഉഖർവിയായ ഹാഫിളീങ്ങളും ആലിമീങ്ങളുമാക്കി അല്ലാഹു മാറ്റട്ടെ. ജീവിതത്തെ നശിപ്പിക്കുന്ന തരത്തിലുള്ള സംഘങ്ങളിൽ നിന്നും അതുപോലുള്ള വഴികളിൽ നിന്നും മാർഗങ്ങളിൽ നിന്നും ഒക്കെ അല്ലാഹു തആല നമ്മുടെ മക്കളെ കാത്ത് സംരക്ഷിക്കട്ടെ. അവന്റെ പ്രത്യേകം കാവലിൽ അല്ലാഹു തആല സംരക്ഷിക്കട്ടെ. അവസാനം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് മരിക്കുന്ന മുത്തഖീങ്ങളുടെ കൂട്ടത്തിൽ നാം ഏവരെയും അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ മാതാപിതാക്കളെ അല്ലാഹു തആല അനുഗ്രഹിക്കട്ടെ. അവർക്ക് അവരുടെ പ്രശ്നങ്ങൾ അല്ലാഹു പരിഹരിച്ചു കൊടുക്കട്ടെ. അവർക്ക് മഗ്ഫിറത്തും റഹ്മത്തും അല്ലാഹു ചൊരിഞ്ഞു കൊടുക്കട്ടെ. നല്ല ആരോഗ്യവും നല്ല ആഫിയത്തും അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات طيب ثراهم وجعل الجنة مأواهم. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار.